ാണ് ശ്രീ ജേക്കബ് ജോർജ് ഈ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? അധികാര കൊതി കൊണ്ട് CPM വിട്ട് സ്വതന്ത്രനായി മാറിയിരിക്കുന്നു ജി സുധാകരൻ, അങ്ങനെയാണോ? ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. സുധാകരന് കേരള രാഷ്ട്രീയത്തിൽ അല്ലാതെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് വലിയ ഒരു പേരുണ്ട്, ഒരു പെരുമയുണ്ട്. കളങ്കമില്ലാത്ത ഒരു മന്ത്രി, രാഷ്ട്രീയ നേതാവ്, ഒരു CPM നേതാവ്. ഞാൻ പറയുന്നത് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് അദ്ദേഹത്തെ പോലെ ഒരാളെ പാർട്ടിക്ക്, CPMനെ പോലൊരു പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് ഒരിക്കലും ഭൂഷണമല്ല. CPMന് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിഷമഘട്ടത്തിൽ പാർട്ടിയെ ഉപേക്ഷിക്കുമോ എന്നുള്ള ചോദ്യം അല്ല, അതുകൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഇതേക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൂടെ നിർത്തണമായിരുന്നു. അത് പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെയും. പക്ഷേ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പെരുമാറ്റം കിട്ടിയില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചത് അദ്ദേഹത്തെ നേതാവല്ലേ, താൻ വളർത്തിയെടുത്ത കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ തന്നെ കൊണ്ടു നടക്കുമായിരുന്നു, അല്ലെങ്കിൽ ആദരിക്കുമായിരുന്നു, ആദരവോടൊക്കെ പരിഗണിക്കുമായിരുന്നു, വൈകുന്നേരം മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു, കമ്മിറ്റികളിൽ വിളിക്കുമായിരുന്നു എന്നൊക്കെ വിശ്വസിച്ചിരുന്നിരിക്കാം. പക്ഷേ പരിഗണന കിട്ടിയില്ല. ആ പരിഗണന കിട്ടാതെ പോയി. അതാണ് അദ്ദേഹത്തെ വ്രണപ്പെടുത്തിയത്. പക്ഷെ ഞാനിപ്പോഴും പറയും, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. എൻ്റെ മഞ്ജുഷ, കാശും കൈക്കൂലിയൊന്നും വേണ്ട എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയാവുമ്പോൾ തീരുമാനിച്ചാൽ തന്നെ അദ്ദേഹം പകുതി വിജയിച്ചു. അതാണ് പണ്ട് VM സുധീരൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നമുക്കറിയാമല്ലോ. അവിടെ സുധീരൻ കുറച്ച് കാലത്തേക്കേ മന്ത്രിയായുള്ളൂ. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഇവിടുത്തെ സ്ഥലമാറ്റത്തിനൊന്നും ഞാൻ കാശ് മേടിക്കുകയില്ല, ഒരാളും കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം വളരെ സുഗമമായി അന്നേരം. പക്ഷേ അധികം കാലം അദ്ദേഹം മന്ത്രിയായില്ല, കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജി സുധാകരനെ ദേവസ്വം മന്ത്രി എന്ന നിലയിലും ആ രീതിയിൽ കാണുന്നുണ്ട്. ആ രീതിയിൽ തന്നെ കാണണം. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയ്ക്ക് സുധാകരൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം. അദ്ദേഹം ഓടി നടന്നു, പണി കിടക്കുന്നിടത്തെല്ലാം ചെന്നു, എഞ്ചിനീയർമാരുടെ കൂടെ കൂടി. കൈക്കൂലി മേടിച്ചിരുന്നത് മാത്രമല്ല, അവരാരും കൈക്കൂലി മേടിക്കാൻ അദ്ദേഹം കൂട്ടുനിന്നുമില്ല, സഹായിച്ചുമില്ല. അതാണ് എൻ്റെ ഗുണം. അതുകൊണ്ട് ആ ഒരു പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് CPM, എനിക്ക് മറുവശം കൂടി പറയാനുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകരുത്. കാരണം ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഉണ്ടല്ലോ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ആ പാർട്ടിക്കകത്തുകൂടെ ജനിച്ച് വളർന്ന് വരുന്ന SFIയിലൂടെ KSUവിലൂടെ ഒക്കെ വളർന്ന് വരുന്നവൻ ആ ഒരു ജീവിതകാലം കഴിയുമ്പോൾ, മന്ത്രിയായാലും മന്ത്രിയായില്ലെങ്കിലും, സുധാകരൻ 2 തവണ മന്ത്രിയായതാണ്. 2 തവണ വളരെ എഫക്റ്റീവായിട്ട് മന്ത്രിസ്ഥാനം 5 വർഷം മന്ത്രിയായതാണ്. 4 തവണ MLA ആയി. നല്ല സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച, കേരളം അറിയുന്ന, എക്കാലവും അറിയുന്ന, ഓർമ്മിക്കുന്ന ഒരു മന്ത്രിയായ ആളാണ് ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹം വളർന്നു വന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുക്കുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയായാലും കോൺഗ്രസിന്റെ പിന്തുണയോടെ, UDFന്റെ പിന്തുണയോടെ ജയിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് ആ മഹത്വം കിട്ടുകയില്ല. അത് കിട്ടത്തില്ല. അത് ജയിച്ചു വന്ന് വീണ്ടും മന്ത്രിയായാൽ പോലും ശരിക്കും പറഞ്ഞാൽ കേരളം അദ്ദേഹത്തെ ആ നിലയ്ക്ക് കാണുകയില്ല. അത് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും എന്നാണ് സുധാകരനെ എന്നും ആരാധനയോടെ മാത്രം, സ്നേഹത്തോടെ മാത്രം, ആദരവോടെ മാത്രം കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ. ഈ അപമാനം സഹിച്ച് നിൽക്കണോ അദ്ദേഹം ഈ പാർട്ടിയിൽ? അങ്ങനെ ഒരു അപമാനം ചിലപ്പോൾ അനുനയത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം, കാരണം പാർട്ടിക്ക് അത് ദോഷമുണ്ടാകാത്ത രീതിയിൽ. കേരളത്തിലെ MA ബേബി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വരെ വിളിച്ച് പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു തലമുറയിൽ ഈ SFIയുടെ നേതാക്കളായിരുന്നവരാണ് ഇവരെല്ലാവരും. നമുക്കറിയാം KSUവിൻ്റെ SFIയുടെയും വരവ് പരസ്പരം ഏറ്റുമുട്ടി ഉറ്റുനോക്കി. അപ്പോൾ ഭുവനേന്ദ്രൻ, സുധാകരൻ്റെ സഹോദരൻ, പന്തളം NSS കോളേജിൽ വെച്ച് കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് SFIയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെയുള്ള കെട്ടുപാടുകളുള്ള, അനേകം മാനസികമായിട്ടും അവിടെ നിന്നൊക്കെ വിട്ടുപോരാൻ പറ്റാത്ത കെട്ടുപാടുകൾ ഏറെയുള്ള ജി സുധാകരനെ പോലൊരാൾ CPM പോലൊരു പാർട്ടിയിൽ നിന്ന് പോകുന്നത്
അദ്ദേഹത്തിനായിരിക്കും ക്ഷീണം. ഞാൻ മഞ്ജുഷിനറിയാമല്ലോ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്കറിയാം എത്രയോ ഘട്ടം എം വി രാഘവൻ, കണ്ണൂർ രാഷ്ട്രീയം, ഇവിടെയൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് കടന്ന് രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസ് രാഷ്ട്രീയവും CPM രാഷ്ട്രീയവും. അതുകൊണ്ട് ഈ രാഷ്ട്രീയങ്ങളൊക്കെ കണ്ട, രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട MVRനെയും സാക്ഷാൽ ഗൗരിയമ്മയെയും കണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയം, അവരുടെയൊക്കെ വരവും പോക്കും വളർച്ചയും താഴ്ചയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ആത്യന്തികമായിട്ട് ജി സുധാകരന് ഇതൊരു തിരിച്ചടിയാവും. ശരി, ശ്രീത് പണിക്കർ, ഒരു തിരിച്ചടിയാണോ ജി സുധാകരന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാനുള്ള തീരുമാനം പാർട്ടി ബന്ധം വിട്ട്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പോകാനായിട്ട് നിരവധി കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ മന്ത്രിയാക്കണമെന്നോ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നോ ഒന്നുമല്ല. ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.